അടുത്ത റൈസ് കൾട്ടിവേഷന് വേണ്ടി ഫീൽഡ് തയ്യാറാക്കിയിട്ടിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ അതാണ് ഞാറെന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന സംഭവം ഉണ്ടോ. ലാസ്റ്റ് ന്യൂ പ്ലാന്റ്സ് അത് ഞാറ് നടുന്നോടം മുതൽ കൊയ്യുന്നോടം വരെയുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ ഉദ്ദേശം. എന്തായാലും ഇതൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് തന്നെ കരുതിക്കൂ. ഈ ഒരു പാടം തയ്യാറാക്കിയിട്ടിരിക്കുകയാണ്. ഇത് ഇന്നലെയായിരുന്നു ട്രാക്ടറൊക്കെ വന്ന് ഉഴുതു മറിച്ചത്. അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കാവേ. ഇതേ സെയിം ഫീൽഡിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു. ഇത് ഒരു മെഷീനൊക്കെ വെച്ച് കൊയ്യുന്ന ഒരു വീഡിയോ. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ടിപ്പം കൊയ്ത്ത് കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം ഒരു 2 മാസമായി കാണും ഏകദേശം. കഴിഞ്ഞ ദിവസമാണ് നല്ലപോലെ ഒരു മഴ കിട്ടിയത്. അതിൻ്റെ ഇവിടെ ഈ വെള്ളമൊക്കെ കാണുന്നത്. വെള്ളം നല്ലപോലെ വേണം. നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ല ഇവിടെ. മഴ അല്പം കുറവുള്ള സ്ഥലമല്ലേ ഇത്. അതുകൊണ്ട് മഴയാണ് ഇവർ മെയിൻ. മഴയെ ആശ്രയിച്ചായിരിക്കും ഇവിടെ കൃഷി ഇറക്കലും മറ്റു കാര്യങ്ങളൊക്കെ. അങ്ങേ സൈഡ് നോക്കാവേ. ഉണ്ടോ, ഇതാണ് ഒരു ഏരിയ. ഇത് വലിയൊരു ഏരിയ ഇത്. ആ കാണുന്നത് മെയിൻ റോഡാണ്. അത് ആ കാണുന്നുണ്ടോ, വണ്ടിയൊക്കെ പോകുന്നുണ്ടോ, ഒരു ട്രാക്ടറൊക്കെ പോകുന്നുണ്ടോ, അത് മെയിൻ റോഡാണേ. വലിയൊരു ഏരിയ ഇവിടെ മൊത്തം കണ്ടോ. മഴയുടെ കുറവ് കാരണം വെള്ളം പൈപ്പ് വെച്ച് അടിച്ചു കൊടുത്തോണ്ടിരിക്കുക. കണ്ടോ, ഇങ്ങനെ ആ ഒരു ലെവലിൽ വരണം വെള്ളം. അതുവരെ ഇങ്ങനെ ഈ പണി നടക്കും. കണ്ടോ, അത് ലാസ്റ്റ് വരെ ഉണ്ട്. അതൊരു കുറേ ഏക്കറുണ്ട്. അങ്ങ് വരെ പോവും. ആ ഭാഗമൊന്നും ആയിട്ടില്ല, അത് ആകുന്നുള്ളൂ. അത് കണ്ടോ, അതൊക്കെ ആകുന്നതേ ഉള്ളൂ. ലാസ്റ്റ് വലിയ ഏരിയ അത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്രത്തോളം ദൂരം വരെ അതുണ്ടെന്നുള്ളത്. കണ്ടോ, അതാണ് ഇത്ര ഏരിയ ആണ്. കണ്ടോ, വെള്ളം അങ്ങോട്ടായി വരുന്നതേ ഉള്ളൂ. ആ ഒരു ലെവലിന് എത്തണം വെള്ളം. കണ്ടോ, വരെ അങ്ങ് പോകും ഇത്. ഓക്കെ, എനിവേ അടുത്ത വീഡിയോ നമുക്ക് ഞാറ് നടന്നു ആയിക്കോട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.